ആ കാത്തിരിപ്പ് വെറുതെയായില്ല. നല്ല നാടൻ തല്ലിന്റെ കാർണിവലാണ് ഇടിയൻ ചന്തു. എന്നാൽ ഇടിയൻ ചന്തു എന്ന പേരിന് ചന്തു മാത്രമല്ല അവകാശി. അതാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന റിയൽ കിക്ക്. സാധാരണ ഇടിപ്പടത്തിന്റെ ടെംപ്ലേറ്റ് നിൽക്കുമ്പോൾ പോലും മലയാളത്തിലെ ഇടിപ്പടങ്ങളിലെ ചില ക്ലീശകൾ പൊളിക്കാൻ ഇടിയൻ ചന്തുവിന് കഴിയുന്നുണ്ട്. അതിമാനുഷികമായൊരു നായകൻ 10-20 പേരെ ഒറ്റയ്ക്ക് അടിച്ചു വീഴ്ത്തുന്ന മാസ് ആക്ഷനല്ല സിനിമയിലുള്ളത്. +2 പഠിക്കുന്ന പയ്യനെ ഗംഭീര പകർന്നാട്ടമാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ കാഴ്ചവെച്ചത്. ഓരോ ഇടിയും അതിന്റെ ഇമോഷനും അത്യന്തം സ്വാഭാവികതയോടെ വിഷ്ണു പ്രേക്ഷകർക്ക് മുൻപിലെത്തിക്കുന്നു. ടൈറ്റിൽ കഥാപാത്രമായി ഇതിനു മുൻപും സിനിമ വിജയിപ്പിച്ചിട്ടുണ്ട് വിഷ്ണു. കഥാപാത്രത്തോട് പുലർത്തുന്ന സത്യസന്ധതയാണ് വിഷ്ണുവിന്റെ പ്രകടനത്തെ മനോഹരമാക്കുന്നത്. ഇടിയൻ ചന്തുവിൽ കാണുന്നത് മറ്റൊന്നല്ല. ഇടിക്കു വേണ്ടി ഇടി കുത്തിത്തിരിക്കാത്ത കിടിലൻ ഇടികൾ സിനിമയിലുടനീളം കാണാം. കേരളത്തിലെ കായികമേളകൾ എന്നും തിളക്കമേറിയ പ്രകടനം കാഴ്ചവെക്കുന്ന കോതമംഗലത്തിന്റെ കായിക പാരമ്പര്യത്തിന്റെ പശ്ചാത്തലം ഭംഗിയായി സിനിമ ഉപയോഗപ്പെടുത്തുന്നു. ഇടിയൻ ചന്തുവിന്റെ കഥയെ വിശ്വസനീയമാക്കുന്നത് ഈ പശ്ചാത്തലമാണ്. അതിൽ കൃത്യമായൊരു പ്ലേസ്മെന്റ് എം വിജയനും നൽകിയത് രസകരമായി അനുഭവപ്പെട്ടു. പീറ്റർ ഹെയ്നും വിഷ്ണു ഉണ്ണികൃഷ്ണനും ഒന്നിക്കുന്ന സിനിമ. ഈ കോംബോ എന്ത് മാജിക് ആയിരിക്കും ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന കൗതുകമാണ് ഇടിയൻ ചന്തു എന്ന സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനം മുതൽ പ്രേക്ഷകർ ഉറ്റുനോക്കിയിരുന്നത്. സിനിമയുടെ ഏറ്റവും മികവായി അനുഭവപ്പെടുന്നത് അഭിനേതാക്കളുടെ പ്രകടനങ്ങളാണ്. ഓരോ കഥാപാത്രവും കൃത്യമായ വൈകാരിക അടുപ്പം പ്രേക്ഷകരുമായി സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇടിയൻ ചന്തു ഒരു നായകന്റെ ഒറ്റയാൽ പ്രകടനമല്ല, മറിച്ചൊരു കൂട്ടം മനുഷ്യർ നടത്തുന്ന പ്രതിരോധത്തിന്റെ ഇടിക്കാഴ്ചയാണ്. വെറും ഇടിപ്പടത്തിന്റെ ഫോർമുലയ്ക്ക് മുകളിൽ നിൽക്കുന്ന സിനിമ തീർച്ചയായും എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർ കണക്ട് ആവുന്ന സിനിമ കൂടെയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന ചന്തുവിന്റെ കുട്ടിക്കാലത്തിലെ ട്രോമകളിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. ചന്തുവിന്റെ അച്ഛൻ പോലീസിലാണെങ്കിലും തനി ക്രിമിനലാണ്. അയാളുടെ ക്രൂരതകൾ നേരിടേണ്ടി വരുന്ന ചന്തുവിന് അയാളുടെ പേരും ബാധ്യതയാവുകയാണ്. അതിനെ മറികടക്കാൻ ചന്തുവും അമ്മയും നടത്തുന്ന പരിശ്രമങ്ങളാണ് സിനിമയെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്.